അങ്ങനെ സ്പ്രിംഗ് സീസണൊക്കെ നല്ല വാമപ്പായി, നല്ല സൂര്യപ്രകാശവും ചൂടുള്ള ദിവസങ്ങളും ഒക്കെ ഇവിടെ UK വരാൻ തുടങ്ങി കേട്ടോ. ആ സ്പ്രിംഗ് സീസൺ ഒന്ന് വാമപ്പാകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, ഗാർഡനിലേക്ക് ചാടി ഇറങ്ങാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനിന്ന് കാണിക്കുന്നത് ഞാൻ സാധാരണ എല്ലാ ഒരു UK സമ്മറിലും എന്തൊക്കെ ചെടികൾ നടുവെന്നാണ്. കുറേയൊക്കെ ഞാൻ ചെടി തൈയായിട്ട് വാങ്ങിക്കും, കുറേയൊക്കെ ഞാൻ വിത്തിട്ട് മുളപ്പിക്കുകയും ചെയ്യും. പിന്നെ കുറേയൊക്കെ വിത്തുകൾ എല്ലാ കൊല്ലവും കിട്ടുന്നതിനകത്തുനിന്ന് സേവ് ചെയ്യുകയും ചെയ്യും. ഇത്തവണ ഞാൻ പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ഗോൾഡൻ സമ്മർ സ്ക്വാഷ് ആണ് കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാനായിട്ടല്ലേ. അതിൻ്റെ ഇടയ്ക്കൂടെ എനിക്കൊരു പാവയ്ക്കയുടെ വിത്ത് കിട്ടുകയും ചെയ്തു. പിന്നെ കുറച്ച് ഇത്തവണ അച്ചിങ്ങാപ്പയർ പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അച്ചിങ്ങാപ്പയർ ഇതിന് മുന്നേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒത്തിരി കിട്ടില്ല, കാരണം ഇവിടുത്തെ സമ്മർ അത്ര ചൂടുള്ളതല്ലല്ലോ, അത് കാരണം. പിന്നെ ആ കാണുന്ന ഫ്ലവേഴ്സും പ്ലാന്റ് ചെയ്യണമെന്നുണ്ട്. ഈ ഒരു പ്ലാൻ പോട്ട് കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ. ഞാൻ ഗാർഡൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഭംഗിയുള്ള സാധനങ്ങളൊക്കെ കണ്ട വേണ്ടേലും എനിക്ക് വാങ്ങിക്കാൻ തോന്നും, പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിന്നെ അതങ്ങ് വാങ്ങിച്ചു. ഞാൻ ഓർത്തു കിച്ചണിലെ വിൻഡോസീലയിൽ കുറച്ച് മല്ലിയിലയുടെ തൈ ഇങ്ങനെ നട്ട് വിൻഡോസീലെ വെക്കാൻ ഓർത്തു. കാണാൻ നല്ല ഭംഗിയല്ലേ. എന്റെ സ്ട്രോബെറിയിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഏപ്രിൽ അവസാനം ആകുന്നതേ ഉള്ളൂ, പക്ഷെ പൂക്കളൊക്കെ ഉണ്ടായി. അപ്പം അത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫ്ലഗ് പെല്ലറ്റ്സ് ഉണ്ട്, അത് അതിനിട്ട് കൊടുത്തതാ. ഇതാണ് സ്ലഗ് പെല്ലറ്റ്സ്. അപ്പം അത് ഓർഗാനിക് സ്ലഗ് പെല്ലറ്റ്സ് ആണ്, നല്ല എഫക്റ്റീവ് ആണ്. പിന്നെ ഞാൻ ഓർത്തു, ഇഷ്ടം പോലെ മല്ലിയില ഫ്രണ്ട് ഗാർഡനിൽ ഉണ്ടായി നിപ്പുണ്ട്, അപ്പം എല്ലാം കുറെ പറിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ, കാരണം മല്ലിയിലയുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലടിക്കാൻ തുടങ്ങി നല്ല സമ്മർ വരുമ്പോഴത്തേക്കിനും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് ബോൾട്ട് ചെയ്ത് പോകും. അതായത് അത് അതിൻ്റെ ഫുൾ ഗ്രോതിങ് സ്റ്റേജിലേക്ക് പോകും, പൂക്കളുണ്ടായി പിന്നെ മല്ലി ഉണ്ടാകും. അതാണ് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ്. ഇങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്ന മുഴുവൻ മല്ലി ഹാർവെസ്റ്റ് ചെയ്ത് എനിക്ക് ഒരു 1/2 കിലോ മല്ലി കിട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ ഈ മല്ലിയില ഞാൻ കഴുകി ഫ്രീസ് ചെയ്ത് വെക്കും. സമ്മറിന്റെ പീക്ക് ആകുമ്പോൾ മല്ലിയില തീരും, പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഫ്രീസ് ചെയ്ത് വെക്കും. ഇനി ഞാൻ ചെറിയൊരു ഗാർഡൻ ടൂർ കൂടെ നടത്താം. 2 റേസ്ഡ് ബെഡാ ഉള്ളത്, അതിനകത്ത് ഓൾറെഡി ഞാൻ ടൊമാറ്റോസ് നട്ടിട്ടുണ്ട്. ഇതെന്റെ ബ്ലൂബെറി ആണ്, പിന്നെ കുറേ റോസസ് ഉണ്ട്. അപ്പൊ ഇതാണ് എൻ്റെ ഫേവററ്റ് കോർണർ ഓഫ് ദ ഗാർഡൻ എന്ന് വേണമെങ്കിൽ പറയാം, കാരണം എൻ്റെ വാഴ അവിടെ നിൽക്കുന്ന കാരണം. പിന്നെ ഇതെല്ലാം എൻ്റെ 2 വലിയ ഹൈഡ്രാഞ്ചിയാണ്. ഇത് ഹൈഡ്രാഞ്ചിയ മോപ്പ് ഹെഡ് എന്ന് പറയും. എൻ്റെ മോൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും ഓരോ ഹൈഡ്രാഞ്ചിയുടെ പേര് കേട്ടോ. പിന്നെ ഹൈഡ്രാഞ്ചിയ അനബൽ, പിന്നെയും പിയണി, പിന്നെ ഇത് റോസസ് മാത്രം വെച്ചിട്ടുള്ള ഏരിയയാണ്. ഫുള്ള് പല ടൈപ്പിലെ പല കളർ റോസസാണ്, നല്ല ഭംഗിയാണ് കേട്ടോ പൂവുണ്ടായി നിൽക്കുന്ന കാണാൻ. പൂക്കളുണ്ടായി കഴിയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ എടുത്തിട്ട് കാണിക്കാവേ. പിന്നെ ഇത് പിയണി അല്ല, ടൂലിപ്സ്. ഇത് ടൂലിപ്സ് അതിൻ്റെ ഫുൾ ബ്ലൂം സ്റ്റേജിലായതാ. കണ്ടു കഴിഞ്ഞിട്ട് എനിക്കൊരു താമരപ്പൂ ഉണ്ടായി നിൽക്കുന്ന തന്നെ തോന്നി. പിന്നെ ഇതൊരു ഇലച്ചെടിയാണ്, ജാപ്പനീസ് ആസ്റ്റർ. അതിങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു സീസണാണ് സ്പ്രിങ് തൊട്ട് ബിഗിനിങ് ഓഫ് ഓട്ടം വരെ. കാരണം ഈ ചെടികളും പൂക്കളും ഗാർഡനിലും ഒക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെസ് ബസ്റ്റർ. അപ്പോഴേ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ കുറേ അരികളൊക്കെ പാകിയത് ഓർക്കുന്നുണ്ടോ? അത് കിളുത്തോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം അന്ന് പാകിയ അരികളിൽ 1/4 ഭാഗവും കിളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാ കിളുത്തെന്ന്. തക്കാളി എല്ലാം കിളുത്തിട്ടുണ്ട്. സമ്മർ സ്ക്വാഷ് അത് എല്ലാം കിളുത്തിട്ടുണ്ട്. അതിനകത്ത് വീക്കായിട്ടുള്ള സീഡ്ലിങ് നോക്കി ഞാനത് അതിനെ അങ്ങ് പറിച്ച് കളയും കേട്ടോ. കളയുമ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര സങ്കടം. പക്ഷെ എല്ലാം കൂടെ കിളിപ്പിക്കാനായിട്ടുള്ള ഇട ഈ കുഞ്ഞ് ഇതിനകത്തില്ല, കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഒരു അച്ചിങ്ങാപ്പയർ കിളുത്തിട്ടുണ്ട്, പാവയ്ക്ക ഇതുവരെ കിളുത്തില്ല. പിന്നെ പച്ചമുളകിൻ്റെ എല്ലാ അരിയും കിളുത്തിട്ടുണ്ട്. ഈ 2 ലാസ്റ്റത്തെ സെല്ലിൽ ഏത് ടൈപ്പ് പച്ചമുളകായിട്ടെന്ന് ഞാൻ മറന്നുപോയി. പിന്നെ ഇത് വഴുതനങ്ങയാണ്, അതും കിളുത്തിട്ടുണ്ട്. ഇനിയും കിളുത്ത് വരാനുണ്ട്, ഞാൻ സമയം കൊടുക്കുവാണ്, കിളുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് ഗാർഡനിങ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പറ കേട്ടോ. അപ്പൊ അടുത്ത മാസം ഈ ചെടികളൊക്കെ എത്രയും വളർന്നെന്നും വേറെ എന്തൊക്കെ ചെടികൾ ഞാൻ നട്ടെന്നും പിന്നെ എന്തെങ്കിലുമൊക്കെ ഹാർവെസ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.